ബി ഹെൽത്തി ഈറ്റേഴ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക ഉലർത്തിയതാണ്. ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ മൂപ്പെത്താത്ത ചെറിയ ചക്ക. വേനൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ആരോഗ്യപ്രദമായി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ഇടിച്ചക്ക വിഭവങ്ങൾ. അപ്പോൾ ചക്കയൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാർ ചക്ക കിടന്ന് മൂത്ത് പഴുത്തൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം തിന്നാനൊന്നും പറ്റില്ല. പഴുത്ത ചക്ക തിന്നുമ്പോൾ ഷുഗർ കൂടുകയും മറ്റുമൊക്കെ ചെയ്യും. ഈ പരുവത്തിനാവുമ്പോൾ ഇടിച്ചക്ക പരുവത്തിനാവുമ്പോൾ ചക്കയുടെ മുള്ളൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ അതിന് ഔഷധമൂല്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കിത് ഉലർത്തിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട മറ്റു വിഭവങ്ങൾ: കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്. ഈ കുരുമുളക് എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് നമ്മളെപ്പോഴും കുരുമുളക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം കുരുമുളക് നമ്മുടെ ശരീരത്തിന് ചൂട് കൂട്ടുന്നില്ല, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. സാധാരണ മറ്റ് ചുവന്ന മുളക് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ചൂട് കൂടിയിട്ട് നമുക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് കഴിവതും എല്ലാം കുരുമുളക് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് വേണം, ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിവാക്കിയാൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഈ ഇടിച്ചക്ക കുരുമുളക് ഇട്ട് ഉലർത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ചക്ക റെഡിയാക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ മുള്ള് മാത്രമായിട്ടങ്ങ് ഇതിൻ്റെ ബാക്കിയൊന്നും നമ്മൾ കളയുന്നില്ല. ഇതിനെ ചെറിയ പീസാക്കി എടുത്ത്
നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം മതി. കണ്ടോ, ഇതിൻ്റെ അടിയിൽ കിടക്കുവാണ് വെള്ളം. കുറച്ച് വെള്ളം മതി. നമുക്കിനി അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു പകുതി വേവൊക്കെ ആയതിനു ശേഷം മാത്രം ഉപ്പ് ചേർത്താണ്. ഇടിച്ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുരുമുളകും ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കുരുമുളകിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴാണെങ്കിലും ശരി, കുരുമുളക് നമ്മളൊന്ന് ചതച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് കുരുമുളക് പൊടി ഉപയോഗിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കുരുമുളക് കുറച്ച് കഴുകിയെടുത്ത് ഞാൻ വെച്ചേക്കാണ്. നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് ഇടിച്ചെടുക്കണം. അതുപോലെ ഉള്ളിയും ഞാൻ ചതച്ചെടുക്കാൻ പോവുകയാണ്. കഴുകി വൃത്തിയാക്കിയ കുരുമുളകാണ്. നല്ലവണ്ണം കരികരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, വേനൽക്കാലത്ത് കറികളിൽ നമ്മൾ കുരുമുളക് ചേർക്കുന്നതാണ് നല്ലത്. കുരുമുളക് നല്ലവണ്ണം ചതഞ്ഞ് കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും. കുരുമുളകും ഉള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ തീയ താത്തി വെക്കുകയാണ്. കാരണം ഇത് വെള്ളം ചേർത്തെടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോയാലും നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ പാകത്തിന് വെള്ളം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കൂടെ വേവാനായിട്ട് വെന്തോ നോക്കുക. അതുപോലെ തന്നെ വെള്ളം അങ്ങനെ നമ്മൾ ഒഴിക്കുന്നത് കൂടി പോയിട്ടുണ്ടെങ്കിൽ തീ അങ്ങ് നല്ലവണ്ണം കൂട്ടി വെച്ചിട്ട് മൂടി പ്ലേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കി നിൽക്കുക. ആ വെള്ളം അങ്ങ് പറ്റിച്ചെടുക്കുക. കാരണം അതിന് വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ഗുണം മുഴുവൻ പോകും. അതുപോലെ ഓവറായിട്ട് വെള്ളത്തിൽ കിടന്ന് വെന്ത് പോയാലും ഈ നമ്മൾ വിചാരിക്കാൻ ടേസ്റ്റ് കറിക്ക് കിട്ടത്തുമില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം എടുക്കാൻ. ഇവിടെ ഇപ്പം എൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം പറ്റിയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്ത് നിന്ന് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വേവിച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഈ ചെറിയ കല്ലുകൊണ്ട് ഇതിനെ മാഷ് ചെയ്യാൻ പോവുക. അതുകൊണ്ടാണ് ഞാനത് മൺചട്ടിയിൽ വേവിക്കാണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ വേവിച്ചത്. ആ വേവിച്ച പാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇടിച്ച് എടുക്കാം. നമ്മുടെ ഇടിച്ചക്ക ഇവിടെ പരുവത്തിനായിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിക്കാം.
കടുക്, കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. കുരുമുളകും ഉള്ളിയും കൂടി ചതച്ചത് ചേർത്ത്. ചതച്ച കുരുമുളക് ഉള്ളിയും കൂടെ എണ്ണയിൽ മൂത്ത് വരുന്ന മണം നല്ല ഹൃദ്യമായ മണമാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, കുരുമുളക് പൊടി ഉപയോഗിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. ഫ്രഷായിട്ട് നമ്മൾ കുരുമുളക് എടുത്ത് ചതച്ച് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ കുരുമുളകും ഉള്ളിയും നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു. ഇതിനകത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. തന്നെയുമല്ല, കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താലും നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവും. ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്തെടുക്കുകയാണ്. ഇനി ഇടിച്ചക്ക ഇട്ട് കൊടുക്കും. നല്ലവണ്ണം ഉലർത്തി എടുക്കും.